ഇത് ഇന്നിപ്പോ കണ്ടൊരു വാർത്തയാണ്. ഇത് കണ്ടപ്പോഴാണ് കുറച്ച് നാളായി, എനിക്കത് കുറെ മാസങ്ങളായി ഞാൻ എല്ലാവരോടും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ ഇതുവരെ അത് എവിടെയും പുറത്ത് പറയാനൊരു ചാൻസ് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പം ചൂട് കാലം കൂടെയാണ്. ഈ ജീവി, പാമ്പെന്ന് പറയുന്ന ഈ ജീവി എവിടെ വേണമെങ്കിലും കയറി വരാം. നമ്മളും ശ്രദ്ധിക്കണം, കൂടെ നമ്മുടെ പാവം കൊച്ചു മക്കളെയും. ഇപ്പം ഈ കുട്ടികളുടെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഐസൈറ്റ് പോലെയല്ല ചെറിയ പിള്ളേരുടെ, അവർക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇതിനെയൊക്കെ കാണാൻ സാധിക്കും. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് എനിക്കൊരു 3 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടെ വീടിന് പുറത്തിറങ്ങി രാത്രി ഗേറ്റ് ലോക്ക് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ അച്ഛൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ പുറത്തു കൂടെ എന്തോ എഴുതുന്നതാണ്. അച്ചാച്ചൻ പക്ഷേ അത് ശ്രദ്ധിച്ചില്ല, പുള്ളി ഗേറ്റ് കൂട്ടണേക്ക്. അപ്പോൾ എനിക്ക് ഈ പാമ്പിനെ പടത്തിൽ മീൻസ് ടി വിയിലും പിന്നെ നമ്മുടെ പുസ്തകത്തിലൊക്കെ കണ്ടറിയാമെന്നല്ല, നേരിട്ട് ആദ്യമാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അച്ചാച്ചനോട് ചോദിച്ചു അതെന്താ പാമ്പാണ്. പുള്ളി അപ്പം മാത്രമാണ് അതിനെ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കൊച്ചു മക്കൾക്ക് അവർക്ക് അവരുടെ ഒരു ഐസൈറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഈ സാധനങ്ങൾ എഴുതുന്നൊക്കെ അവരുടെ കണ്ണിൽപ്പെടും. പക്ഷെ അങ്ങനെ പെടുമ്പോൾ അത് അവർക്ക് തന്നെ അത് ആപത്തായി തീരുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്ക് ഈ ഒരു ജീവിയുടെ ആക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കും ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പേടിപ്പെടുത്തുന്ന ഈ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടായിരിക്കാം. ഹോപ്പ്ഫുള്ളി നോട്ട്, ബട്ട് സ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ പട്ടിയുടെ, അതായത് പേവിഷബാധ ഏറ്റതോ ഏൽക്കാൻ സാധ്യതയുള്ളതോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ത്രെട്ടായിട്ട് പോസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ പട്ടികളെയൊക്കെ കൊന്നൊടുക്കണം എന്നൊരു നയം പലപ്പോഴും എല്ലാവരും ഫോളോ ചെയ്ത് പോകാറുണ്ട്. ലീഗലായിട്ടാണോ അല്ലാന്നൊന്നും ഞാൻ ഇപ്പം അതിലേക്ക് പോകുന്നില്ല. അപ്പം മിക്കവരും പറയുന്നത് മനുഷ്യജീവന അപകടമായിട്ടുള്ളതിനെയൊക്കെ തീർത്തതിന് ശേഷമുള്ള പട്ടി സ്നേഹം, ഡോഗ് ലവ് ഒക്കെ മതി എന്നാണ് ഇത്തരക്കാരുടെ ഒരു നിലപാട്. അപ്പം ആ ഒരു നിലപാട് ഇവിടെ എന്തുകൊണ്ട് ഈ പാമ്പിന്റെ കേസിൽ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ പാമ്പിനെ പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് വളരെ പ്രോൺ ടു ഇത്തരം ജീവികളെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വനം വകുപ്പിനെയോ അല്ലെ വേറെ ഏതെങ്കിലും അധികൃതരെ അറിയിക്കണമെന്നാണ് ഒഫീഷ്യലി നമ്മളോട് പറയാറ്. അതൊരു പക്ഷേ നമ്മുടെ സുരക്ഷയെ കണ്ടിട്ടാവാം. അതായത് ഈ ജീവിയുമായിട്ട് അടുത്തിടപഴകി എങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിയെ കണ്ട് അപകടം പറ്റരുതെന്ന് വിചാരിച്ച് അവർ പറയുന്നതാണ്. പക്ഷേ അങ്ങനെ ഇവർ അധികൃതർ വന്ന്, എക്സ്പേർട്സ് വന്ന് ഇതിനെ പിടി കൂടിയിട്ട് എന്താണ് ചെയ്യുന്നത്? തൊട്ടടുത്ത പറമ്പിൽ കൊണ്ട് തുറന്നു വിടും. എന്നിട്ട് ഒന്നായി പോയത് മുട്ടയിട്ട് പെറ്റുവരികി 10ഉം 15ഉം ആയിട്ട് പിന്നെയും തിരിച്ചു വന്ന് നമ്മുടെ ഈ വീടുകളിലും പറമ്പുകളിലും നമ്മൾ ഈ സാധനം കുട്ടിച്ചിൻ്റെ ഇടയിലൊക്കെ കയറി നിൽക്കും. എന്നിട്ട് നമുക്കും നമ്മുടെ കൊച്ചു മക്കൾക്കുമാണ് ഇത് ഒരു ത്രെട്ടായി തീരുന്നത്. എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു നിലപാടാണിത്. അതായത് മനുഷ്യ ജീവന് ത്രെട്ടായിട്ടുള്ള പട്ടിയെ കൊന്നൊടുക്കുന്നത് ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ പട്ടിയെ കൊണ്ടുള്ള ഒരു ഉപകാരത്തിൻ്റെ 100-ൽ 1 അംശം പോലും നമുക്കില്ലാത്ത, എന്നാൽ പട്ടിയേക്കാളും ഒത്തിരി അപകടകാരി